തുറമുഖം ഇടതുമുന്നണിയുടെ അഭിമാന പദ്ധതിയാണ് എന്നാണ് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ പറഞ്ഞത്. UDFന്റെ അവകാശവാദത്തിന് പ്രസക്തിയില്ല. ഒക്ടോബറോടുകൂടി തുറമുഖം കമ്മീഷൻ ചെയ്യാനാകും എന്നാണ് പ്രതീക്ഷയെന്നും വി എൻ വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖ ബർത്തിൽ ഇന്നലെ എത്തിച്ചേർന്നു. ഇന്ന് അതിന് ഔദ്യോഗിക സ്വീകരണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് വലിയ ഒരു ആഘോഷ പരിപാടിയായി തന്നെ സംസ്ഥാന സർക്കാർ അത് നടത്തുകയാണ്. അപ്പോൾ ആരാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ ശില്പി, ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം പോർട്ട് എന്ന കാര്യത്തിൽ വലിയ രാഷ്ട്രീയ തർക്കവും കേരളത്തിൽ നടക്കുകയാണ്. ഭരണപക്ഷം അത് പൂർണ്ണമായും തങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ്, തങ്ങളുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് തുറമുഖം എന്ന് പറയുമ്പോൾ, പ്രതിപക്ഷവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അന്നത്തെ തീരുമാനമാണ്, ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയദാർഢ്യമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് അവകാശപ്പെടുന്നു. എന്താണ് ശരിക്കും ഇത്? ആർക്കാണ് ഇതിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്? നമ്മോടൊപ്പം മന്ത്രി വി എൻ വാസവൻ ചേരുന്നു. എനിക്ക് അമിതമായ അവകാശവാദമൊന്നുമില്ല. ഞാനതിന് നാൾ വഴികൾ പറയാം. നിങ്ങൾ തീരുമാനിക്കുക ആരുടെ കുഞ്ഞാണ്. 1996 അധികാരത്തിൽ വന്ന EK നയനാർ ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി. അതിന്റെ പഠന റിപ്പോർട്ട് വന്ന് അത് പൂർത്തീകരിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് ആ ഗവൺമെന്റ് പോയി. പിന്നീട് അധികാരത്തിൽ വന്ന ശ്രീമാൻ AK ആന്റണിയുടെ ഗവൺമെന്റ് ഈ തുറമുഖം സംബന്ധിച്ച് പഠനങ്ങൾ നടത്താതെ ഒരു ടെൻഡർ പുറപ്പെടുവിച്ചു. ആ ടെൻഡർ ഒരു ചൈനീസ് കമ്പനി കോട്ട് ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് അതിന് അനുമതി കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹവും അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നീട് 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അതിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MB ജയകുമാറും മുൻകൈ എടുത്ത് രണ്ടും ചേർന്ന് കേന്ദ്രത്തിൽ പോയി സമ്മർദ്ദം ചെലുത്തി വീണ്ടും ഈ തുറമുഖത്തിന്റെ ആശയം ഉയർത്തിക്കൊണ്ടുവന്ന് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതി പ്രധാനമായും ഇത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്യാൻ ശുപാർശ ചെയ്തു. അങ്ങനെയാണ് 2010 ഓഗസ്റ്റ് മാസം 11-ാം തീയതി വിഴിഞ്ഞത്ത് സീപോർട്ട് ഇന്റർനാഷണൽ എന്ന പേരിൽ, വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ എന്ന പേരിൽ ആദ്യമായി ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്, ഉദ്ഘാടനം നടന്നു. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ ആ കമ്പനി ഉദ്ഘാടനം ചെയ്തു, പോർട്ട് കമ്പനി ഉദ്ഘാടനം ചെയ്തു. അതിൽ അധ്യക്ഷത വഹിച്ച വിജയകുമാറാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതാണ് ആദ്യമായി തുറമുഖത്തിന് വേണ്ടി ആ പ്രദേശത്ത് നടന്ന ആദ്യത്തെ സംഭവം. അതിനുശേഷം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രയിലെ ഒരു കമ്പനി വന്ന് കോട്ട് ചെയ്തു. ആ കോട്ട് ചെയ്ത കമ്പനിയുടെ നെഗറ്റീവ് ബിഡായിരുന്നു. എങ്കിലും അവർക്ക് ഒരു പ്രത്യേകമായി ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുത്ത് അവരെ സ്വീകരിച്ച് തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തു. അപ്പോഴൊരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ അതിനെതിരെ ഒരു കേസ് വന്നു. ആ കേസ് വന്നപ്പോൾ ആ കമ്പനിക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ കമ്പനി ഈ രംഗത്ത് നിന്ന് വിത്ഡ്രോ ചെയ്തു. പിന്നീട് നടപ്പാകാതെ അനിശ്ചിതത്തിൽ തുടർന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വമ്പിച്ച പ്രക്ഷോഭ സമരങ്ങളുമായി വന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന്റെ നട മുതൽ വിഴിഞ്ഞത്ത് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവസാനിക്കുന്നവർ വരെയുള്ള കണ്ണികളായി ചേർന്നുകൊണ്ട് മനുഷ്യച്ചങ്ങല വരെ സംഘടിപ്പിച്ചു. നിരവധി പ്രക്ഷോഭ സമരങ്ങൾ ആ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. 2015 അവസാനം എത്തുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ടെൻഡർ ക്ഷണിച്ചു. അന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അദാനിയുമായി. ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയപ്പോൾ ആ എഗ്രിമെന്റിന്റെ ഉള്ളടക്കത്തെ അന്ന് വിമർശനപരമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കാരണം അതിന് 40 വർഷം കൊണ്ട് മാത്രം നമുക്ക് മുഴുവൻ റിട്ടേൺ ലഭ്യമാകുന്ന രൂപത്തിലേക്കും നമുക്ക് 2035 മുതൽ മാത്രം 1% തെറ്റിത്തുടങ്ങുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഉണ്ടാക്കിയ ഈ കരാർ 66% മുതൽ മുടക്കും സംസ്ഥാന ഗവൺമെന്റിനും 34% മാത്രം അദാനിക്കുമുള്ള ഈ കരാർ ഇങ്ങനെ വന്നാൽ നമുക്ക് അധികാരമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ ഇടപെടലോ ഒന്നും നടത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് ഉണ്ടാക്കിയ കരാർ കേരളത്തിന് വലിയ രൂപത്തിലുള്ള ക്ഷീണം സംഭവിക്കും, സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്ന കാര്യമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അക്ഷരം പ്രതി ശരിയായിരുന്നു. അപ്പോൾ എന്ന് വിചാരിച്ച് കരാറിനെയോ തുറമുഖത്തെ ഞങ്ങൾ എതിർത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ പിന്നീട് 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കരാർ ഉണ്ടാക്കുകയും തറക്കല്ലിടുകയും ചെയ്തു എന്ന പ്രവർത്തനം ഒഴിച്ചാൽ കാര്യമായി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. 2016 ഒന്നാം പിണറായി സർക്കാരാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ തുടക്കം കുറിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കരിങ്കൽ കിട്ടാതെ വന്ന വിഷമം വന്നു. ഏതാണ്ട് 80 ലക്ഷം മെട്രിക് ടൺ കരിങ്കൽ വേണ്ടി വന്നിരുന്നു. അത് പിന്നീട് തമിഴ്നാട്ടിലെല്ലാം പോയി സംഘടിപ്പിച്ചാണ് ആ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. തുടർന്ന് ഓഖി ദുരന്തം വന്നു. നമ്മുടെ പുലിമുട്ടുകൾ കെട്ടി മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. പിന്നീട് വീണ്ടും ചുഴലിക്കാറ്റ് വന്നു. അതിനുശേഷം പിന്നീടുണ്ടായ ഏറ്റവും വലിയ മഹാമാരി കോവിഡായിരുന്നു.
വർക്ക് മുന്നോട്ട് നീങ്ങാതെ വന്നു. അതിനെയും അതിജീവിച്ച് ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോഴാണ് വലിയ പ്രക്ഷോഭ സമരങ്ങൾ വന്നത്. ആ പ്രക്ഷോഭ സമരം വരുമ്പോൾ ആ പ്രക്ഷോഭ സമരത്തോടൊപ്പം ഇന്നത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ ബഹുമാനായ KPCC പ്രസിഡന്റും ഒക്കെ ആ കൂടത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന രൂപത്തിലും രക്തം ചിന്തിയും ഈ സമരത്തെ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന സാഹചര്യവും നിലപാടും എടുത്ത് ഇപ്പോൾ പ്രസംഗങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥിതി വരുമ്പോഴും സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തികഞ്ഞ സംയമനത്തോടെ, സഹിഷ്ണുതയോടെ, സമയുക്തതയോടെ ആ പ്രശ്നത്തെ സമീപിച്ച് അതിനെ അതിജീവിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് വീണ്ടും തുറമുഖം യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇപ്പോഴിതാ 3000 മീറ്റർ പുലിമുട്ട് പൂർത്തീകരിച്ചു, 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർത്തീകരിച്ചു, 31 ക്രെയിനുകൾ ചൈനയിൽ ഇമ്പോർട്ട് ചെയ്ത് സ്ഥാപിച്ചു കഴിഞ്ഞു, യാർഡ് ശരിയായി കഴിഞ്ഞു, ഓഫീസ് മന്ദിരം ഉണ്ടായി കഴിഞ്ഞു, സെക്യൂരിറ്റി ഓഫീസ് ഫംഗ്ഷൻ ചെയ്തു തുടങ്ങി, 220 kV 32 kV 33 kV സബ്സ്റ്റേഷനുകളെല്ലാം വന്നു. അതോടൊപ്പം തന്നെ ചുറ്റുമതിൽ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 1.7 കിലോമീറ്റർ ഇപ്പോൾ നമുക്ക് NH-ലേക്കുള്ള റോഡ് ബൈപ്പാസ് അത് പൂർത്തീകരിക്കപ്പെടുന്നു. ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായി നമുക്ക് തുറമുഖത്തിൽ വെക്കേണ്ട കസ്റ്റംസ് അംഗീകാരം കിട്ടി. ഇത് പൂർണ്ണമായി ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി മാറുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. ആ പോർട്ട് ആ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ മദർഷിപ്പ് യഥാർത്ഥത്തിൽ ഇന്ന് തീരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ഇന്ന് രാവിലെ പച്ചക്കൊടി വീശി സ്വീകരിക്കുകയുണ്ടായി. നാളെ അല്ലെങ്കിൽ ഈ 12-ാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്ത് ആ കപ്പലിനുള്ള സ്വീകരണവും മറ്റെല്ലാ നടപടികളും നാളെ പൂർത്തീകരിക്കും. ഇങ്ങനെ ഇതിന്റെ നാൾവഴികൾ ഇതാണെങ്കിൽ ഇതിലെവിടെയാണ് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് അടിസ്ഥാനരഹിതമായ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് പറയാൻ കഴിയുക? ഇത് വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ച വിഷയങ്ങൾ. ഈ പ്രതിപക്ഷം ഈ വിമർശനം ഉന്നയിക്കാൻ കാരണം ഈ ഉമ്മൻചാണ്ടി കരാർ ഒപ്പിടുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വലിയ കടൽ കൊള്ളയാണെന്ന് പറഞ്ഞു, വലിയ ലക്ഷങ്ങളുടെ അഴിമതിയാണെന്ന് പറഞ്ഞു, കോടികളുടെ അഴിമതിയാണെന്ന് പറഞ്ഞു. അതാണ് അവർ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. അന്ന് കരാറിനെ എതിർത്തവർ എങ്ങനെ ഇത് ഇപ്പോൾ അതിന്റെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിലൊറ്റ തിരുത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചതിൽ. കരാറിനെ അല്ല എതിർത്തത്, കരാറിന്റെ ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങളെയാണ്. അതാണ് ഞാൻ എടുത്തു സൂചിപ്പിച്ചത്. ഇങ്ങനെ ചോദ്യം വരാതിരിക്കാൻ തന്നെ അഡ്വാൻസ് ആയി പറഞ്ഞത്. കരാറിലുണ്ടാക്കിയ 40 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് റിട്ടേൺ ഉണ്ടാകും. 66% മുടക്ക് വന്നാൽ നമുക്ക് കേരളത്തിന് അധികാരമോ അവകാശമോ ഇല്ലാത്ത രൂപത്തിലേക്ക് ഇത്രയും പണം മുടക്കിയിട്ട് പോകുന്നൊരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ആരെയാ രക്ഷിച്ചതിനകത്ത്? ആ തരത്തിലുള്ള ഒരു കണ്ടീഷനോട് കൂടി ഉണ്ടാക്കിയ കരാറിന്റെ ഉള്ളടക്കത്തെ നമ്മൾ എതിർത്തത്, അല്ലാതെ കരാറിനെ അല്ല എതിർത്തത്. അതാണ് ഞങ്ങൾ ചൂണ്ടി. അതാണ് അവർ ബോധപൂർവ്വം പറയുന്നത് കരാറിനെ എതിർത്ത്. കരാറിനെ അല്ല എതിർത്ത്, കരാറിന്റെ ഉള്ളടക്കത്തിലെ ചില പോയിന്റ്സുകളെയാണ്, വ്യവസ്ഥകളെയാണ് എതിർത്തത്. ആ വ്യവസ്ഥ നമുക്കിപ്പോഴും ഹാനികരമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്നിരുന്നാലും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രോജക്റ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള നിലയ്ക്കാണ് അതിന് ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. നിശ്ചയദാർഢ്യത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ഭാഗമായി ഈ ഗവൺമെന്റ് അതിതാ യാഥാർത്ഥ്യമാക്കുന്നു. അതാണ് വസ്തുത. തിരുവനന്തപുരം MP ശശി തരൂർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിനോട് ഇപ്പോഴും സർക്കാർ മുഖം തിരിച്ചു നിൽക്കും, അതുകൊണ്ട് അദ്ദേഹം ബഹിഷ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെന്താണ് മറുപടി? അത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യമില്ല. ഇപ്പോ മത്സ്യത്തൊഴിലാളിയോട് തന്നെ ചോദിക്കുക. 106.8 കോടി രൂപ ഇന്നലെ അസംബ്ലി തന്നെ പ്രഖ്യാപിച്ചു മന്ത്രി സജി ചെറിയാൻ. ഇത്രയും പണം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവരെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശുദ്ധജല പദ്ധതി ഇപ്പോൾ ഏതാണ്ട് 1.6 കോടി മുടക്കിയിട്ട് ശുദ്ധജല പദ്ധതി ഇപ്പോൾ അവിടെ കമ്മീഷൻ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തി. ഉടൻ തന്നെ അവർക്ക് ശുദ്ധജലം കിട്ടുന്ന രൂപം വരും. അവരുടെ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നു, അവരുടെ ഹോസ്പിറ്റൽ അപ്ഗ്രേഡ് ചെയ്യുന്നു. അതുപോലെ ഇനി അവശേഷിക്കുന്ന തൊഴിലാളികളുടെ കോമ്പൻസേഷൻ കൊടുക്കാൻ ഇന്നലെ വൈകുന്നേരം അവിടുത്തെ പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ച അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. അതുപോലെ ജമായത്തിന്റെ ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് അതും പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. വിത്തിൻ 1 വീക്ക് അവരുടെ അത്തരത്തിൽ കൊടുത്തു തീർക്കാനുള്ള അവശേഷിക്കുന്ന പണം കൂടി കൊടുത്തു തീർക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു. ഈ ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ് അടക്കം നാളെ പങ്കെടുക്കുന്നില്ല, അവരും ബഹിഷ്കരിക്കുകയാണ്. അത്തരം അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഏതായാലും ഈ അവകാശങ്ങൾ അവർ ചോദിച്ചുള്ള അവർ ഉന്നയിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പകുതിയല്ല 3/4 ഭാഗവും പരിഹരിക്കപ്പെട്ടു. ഇനി അവശേഷിക്കുന്ന വിഷയം കൂടി പരിഹരിക്കാൻ ആവശ്യമായ ധാരണ അവരുമായിട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിന്ന് ചോദ്യം, ഇത്രയധികം ഇപ്പോൾ തന്നെ വന്ന കണ്ടെയ്നറുകളുടെ എണ്ണം നമ്മൾ കണ്ടതാണ്. ഈ തുടർച്ചയായിട്ടൊരു ഷിപ്പുകൾ ഇവിടേക്ക് വരുമ്പോൾ ഈ കണ്ടെയ്നറൊക്കെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും? കരയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല ചോദ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. എന്നുവെച്ചാൽ കണ്ടെയ്നർ മറ്റ് ഷിപ്പുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു. അപ്പൊ ഇന്നിവിടെ ഇറക്കി വെക്കുന്ന ഈ വലിയ മദർഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നർ നാളുകളിൽ
ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും കേരളത്തിലെ വിവിധ തുറമുഖങ്ങളിലേക്കും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ചെറിയ ഷിപ്പുകൾ വഴി ഇത് കൊണ്ടുപോകുന്ന ദൗത്യമാണ് ഇവിടെയുള്ളത്. ഇവിടെ ആകെ ഈ തുറമുഖത്തിൽ നിന്ന് ലക്ഷ്യമിടുന്നത് ആകെ വരുന്ന ചരക്കുകളുടെ 16% മാത്രമേ കരമാർഗം പോകേണ്ടതുള്ളൂ. അതിനിപ്പോൾ നമുക്ക് 1.7 കിലോമീറ്ററുള്ള അപ്രോച്ച് റോഡുണ്ട്. അതേസമയത്ത് ഇനി ഭാവിയിൽ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഔട്ടർ റിംഗ് റോഡ് ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ തുറമുഖം അടിവരയിട്ട് പറയുന്നു, ഇതിങ്ങനെ വരുന്ന വലിയ കണ്ടെയ്നറുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ കൃത്യമായി ഇറക്കി വെച്ചതിന് ശേഷം വരുന്ന മറ്റ് ഷിപ്പുകളിൽ രാജ്യാന്തര തുറമുഖത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കയറ്റി കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അവിടെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആളുകളുടെ മുമ്പിൽ എല്ലാവരും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നത് മുഴുവൻ കരമാർഗം ഒഴുകി പോകുന്നത്. അങ്ങനെയല്ല, ഇവിടെ എത്തുന്ന ഈ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ട്. ഇതൊരു വലിയ രൂപത്തിലുള്ള നീക്കമാണ്. ലോകത്ത് മറ്റ് ഈ മദർഷിപ്പ് വരുന്ന ഇപ്പം നമുക്കറിയാം, നമുക്ക് കൊളംബോ അറിയാം, ദുബായ് അറിയാം. ഇങ്ങനെയുള്ള കുറെ തുറമുഖങ്ങൾക്ക് സമാനമായ തുറമുഖം, അതിനേക്കാൾ മുന്നിലേക്ക് വരുന്ന തുറമുഖം ഇത് മാറുകയാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആളുകൾക്ക്. ഈ ബാക്കി റോഡ് കണക്ടിവിറ്റിയും തുരങ്കപാതയും ഒക്കെ അതൊക്കെ ഇപ്പൊ തന്നെ എത്ര നാളുകൊണ്ട് പൂർത്തീകരിക്കാം നമുക്ക് ഏകദേശം? ഇപ്പോ കൊങ്കൺ റെയിൽവേ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ സാമൂഹ്യാഘാത പഠനവും പരിസ്ഥിതിയാഘാത പഠനവും കഴിഞ്ഞ് കൊങ്കൺ റെയിൽവേ DPR തയ്യാറാക്കി കൊടുത്തു. 9.2 കിലോമീറ്റർ ഭൂഗർഭ പാതയും 10.7 കിലോമീറ്റർ ആകെ റെയിൽവേയുടെ ലെങ്തും വരുന്നതാണ് റെയിൽവേ കണക്ടിവിറ്റി. അതിന് DPR തയ്യാറാക്കി ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേക്ക് കൊടുത്ത് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സ്ഥലമെടുപ്പ് 5.45 ഹെക്ടർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുതന്നെയാണ് അപ്പുറത്ത് ഔട്ടർ റിംഗ് റോഡിന്റെയും പ്രവർത്തനത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് സമീപകാല ഭാവിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനം നീങ്ങും. അപ്പോൾ അത് വരാൻ താമസമുണ്ടെന്നുള്ളതുകൊണ്ട് ഈ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കമ്മീഷനിങ് എന്നത്തേക്ക് ഉണ്ടാവും? നമ്മൾ ലക്ഷ്യമിടുന്നത്, നമ്മൾ നേരത്തെ കരാർ ചെയ്തിരുന്നത് 2024 ഡിസംബർ ആണെങ്കിലും അതിനു മുമ്പ് തന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ എത്തുമ്പോഴേക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇതിൽ വിപുലമായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഈ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു പരാതി അവശേഷിക്കാത്ത രൂപത്തിലേക്കായിരിക്കും കമ്മീഷൻ ചെയ്യുന്ന രൂപം വരിക. സമീപകാലത്തും ഒരു പദ്ധതിക്കും ഉണ്ടാകാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. അത് നടക്കില്ല എന്നതിനെ പലരും വിധി എഴുതിയിരുന്നു. പക്ഷേ ആ വിഴിഞ്ഞമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഒരു കാര്യം അംഗീകരിക്കുന്നു, വിഴിഞ്ഞം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളുടെ ഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയിൽ ഒന്നാണ്. അതാണ് യാഥാർത്ഥ്യമാകുന്നത്. വി അരുണാണ് മന്ത്രി VN വാസവനോടൊപ്പം സംസാരിച്ചത്. എന്നാലും വലിയ വികസന കുതിപ്പുണ്ടാക്കുന്ന പദ്ധതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സാൻ ഫെർണാണ്ടോ ഇത് അതിന്റെ ആദ്യ പടിയാകട്ടെ, നമുക്കും കാത്തിരിക്കാം.